നിങ്ങൾ ബീഫ് പൊരിച്ചിട്ട് കഴിച്ചിട്ടുണ്ടോ? ഇതെൻ്റെ ഉമ്മാൻ്റെ സ്പെഷ്യൽ റെസിപ്പിയാണ്. വീട്ടിൽ ബീഫെല്ലാം വാങ്ങുമ്പോൾ ഉമ്മ അധികം ഈ ഒരു ഡിഷ് ഉണ്ടാക്കലുണ്ട്. പിന്നെ നമ്മൾ സ്കൂളിലെല്ലാം പോകുന്ന സമയത്ത് നമ്മൾ ലഞ്ച് ബോക്സിൽ തന്നുവിടലുണ്ട്. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇതാക്കണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്ക് ബീഫ് നല്ലോണം വേവിച്ചെടുക്കണം. അന്നൊരു കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ബീഫ് ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഞാൻ 2.5 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളത്. ബീഫിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടിൻ്റെ അളവെല്ലാം മാറ്റി കൊടുക്കുക. അതിലേക്ക് ബീഫിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് മൊത്തത്തിലെല്ലാം കൂടി നല്ലോണം മിക്സാക്കി കൊടുക്കുക. ബീഫിൻ്റെ എല്ലാ ഭാഗത്തും മസാല എത്തുന്ന പോലെ തന്നെ മിക്സാക്കി കൊടുക്കണം. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ബീഫ് നല്ലോണം വേവിച്ചെടുക്കുക. ബീഫ് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ബീഫ് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഞാനത് വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് അത് അടച്ച് വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ അതിലെ വെള്ളം മൊത്തം വെറ്റി വരുന്ന രീതിയിൽ കുക്ക് ചെയ്തെടുക്കണം. അതിൽ വെള്ളമെല്ലാം വെറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുറന്ന് നോക്കിയിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി വെറ്റിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാൻ ഒരു ചെറിയൊരു മസാല ടെക്സ്ചറിലാണ് ഞാൻ ആക്കിയെടുത്തിട്ടുള്ളത്. എനിക്ക് ഉമ്മ ആക്കി തരുന്നത് നല്ല ഡ്രൈ ആയിട്ടാണ്. അതും നല്ല ടേസ്റ്റാണ്, ഇതും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവർ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളവർ, ഇങ്ങനെ ആക്കിയിട്ടുള്ളവർ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.